വെള്ളാപ്പള്ളി നടേശൻ, KL അശോകൻ, തുഷാർ വെള്ളാപ്പള്ളി എന്നിവർ 1ഉം 2ഉം 3ഉം പ്രതികളായ KK മഹേശന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രത്യേക അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം കേൾക്കാത്ത മട്ടിൽ ഇടത് സർക്കാരും കേട്ടിട്ടും അനങ്ങാതെ ഇപ്പോഴത്തെ സർക്കാരും കുറ്റകരമായ നിസ്സംഗത തുടരുകയാണ്. പ്രതി ചേർക്കപ്പെട്ട മൂവർക്കും തങ്ങളെ ഒരു സംവിധാനവും തൊടില്ല എന്ന ആത്മവിശ്വാസം നൽകുന്ന ഉറപ്പോ ഒത്തുതീർപ്പോ നേടിയെടുക്കാനായി എന്ന് ന്യായമായും സംശയിച്ചു പോകാം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് 2 വട്ടവും മുഖ്യമന്ത്രി VD സതീശന് 1 വട്ടവും കത്തെഴുതി ആവശ്യപ്പെട്ട VM സുധീരനെ പോലൊരു നേതാവിന് അന്വേഷണ ആവശ്യം പരസ്യമായി വീണ്ടും ഉന്നയിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. 6 വർഷങ്ങൾക്ക് മുൻപ് കണിച്ചുകുളങ്ങര യൂണിയൻ ഓഫീസിൽ ജീവനൊടുക്കിയ മഹേശനിൽ നിന്ന് കണ്ടെടുത്ത 32 പേജുള്ള ആത്മഹത്യാ കുറിപ്പിൽ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ തന്നെ വെള്ളാപ്പള്ളി ബലിയാടാക്കി എന്ന് എഴുതി വെച്ചത് ഒരു അന്വേഷണ സംഘത്തിനും നിസാരമായി തള്ളിക്കളയാനാകില്ല. മഹേശന്റെ ഭാര്യ ഉഷാദേവിയും ബന്ധുക്കളും നടത്തിയ നിരന്തര നിയമ പോരാട്ടത്തിനൊടുവിലും പ്രത്യേക അന്വേഷണം എന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ല. പുതിയ സർക്കാരിൽ പ്രതീക്ഷയുണ്ടെന്ന് പറയുമ്പോഴാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിയുന്ന ആഭ്യന്തരമന്ത്രിയെ കേരളം കണ്ടത്. നീതിക്ക് വേണ്ടി നിലയുറപ്പിച്ച മഹേശന്റെ കുടുംബത്തെ പരസ്യമായി അധിക്ഷേപിക്കുമ്പോഴും വെള്ളാപ്പള്ളിക്ക് സംരക്ഷണമൊരുക്കാൻ സർക്കാർ മൗനം ആയുധമാക്കുകയാണ്. വേണ്ടേ ഇതിൽ ഒരു അന്വേഷണം? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.